ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ പേർക്ക് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തന്നെ വേഗം പത്തിൽ ചുട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ വരുമ്പോൾ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചാൽ നല്ലതാണല്ലോ, പിന്നെ അവരോട് ഇരുന്ന് സംസാരിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ്. അവരെത്തലൊരു വൈകുന്നേരം ആ ടൈമിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ട്ലേറ്റും കായ്പോളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചായ കുടിച്ചിട്ട് നമ്മൾ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും മുന്നേഷും കൂടി ബീച്ചിലോട്ട് പോയി. അങ്ങനെ നമ്മൾ ബീച്ചിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് നമ്മൾ പൊറോട്ട വാങ്ങാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ പോയി. അപ്പോൾ ആ ഹോട്ടലിൽ ഇങ്ങനെ ഞണ്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണെന്ന് അറിയില്ല, പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം ആയതുകൊണ്ട് ആണോ അറിയില്ല, നല്ല വെടിയൊട്ടിക്കുന്നുണ്ടായിരുന്നു ചിത്താരിയിൽ. അങ്ങനെ പൊറോട്ടയും വാങ്ങിയിട്ട് പൊരിക്കെത്തിയിട്ട് നേരത്തെ ഞാൻ ഗ്രില്ലിന് മസാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കർ ചിക്കനാണ് ആക്കിയത്. അങ്ങനെ അതൊക്കെ റെഡിയായി. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ചിക്കൻ കറിയും ഗ്രില്ലും പൊറോട്ടയും പത്തിൽ അങ്ങനെയാണ് ആക്കിയത്. നെക്സ്റ്റ് ഡേ നമ്മളെല്ലാവരും ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്ത്, എന്നിട്ട് പേർക്ക് മാങ്ങ കുടിച്ചിട്ടുണ്ടായിരുന്നു. ആ മാങ്ങയിൽ ഉപ്പും മുളകൊക്കെ ഇട്ട് ആ ഒരു കൊട്ടയിലിട്ടിട്ട് അതും എടുത്തിട്ട് അമ്മ പോയത്. അപ്പോൾ എല്ലാവരും മാങ്ങ കാണാത്ത കളിയേനും അവിടെ എത്തിയിട്ട് അമ്മ കളിച്ചത്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായോണ്ട് അങ്ങനെ ബീച്ചിലൊക്കെ പോയി വന്ന് ശേഷം ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കിയത് അളയപ്പയാണ്. കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട് നമ്മൾക്ക് ശരിയായില്ല എന്ന് വിചാരിച്ചു. അളയപ്പാണെങ്കിലല്ലോ ഫുഡൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അളയപ്പാണ് ബിരിയാണി ഉണ്ടാക്കിയത്. പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് സാലഡും അങ്ങനെയെല്ലാം ആക്കി. അങ്ങനെ ഒരു 8:30 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫുഡൊക്കെ റെഡിയായി. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അവരെ പെരക്കൊക്കെ പോയി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.